നമസ്കാരം. തെരഞ്ഞെടുപ്പിലെ കുടുംബാധിപത്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. പക്ഷേ CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ മന്ത്രിയുടെ ഭർത്താവിൻ്റെ പേര് കൂടി ഇടം പിടിച്ചിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ബിന്ദുവിൻ്റെ ഭർത്താവ് വിജയരാഘവനാണ് പാലക്കാട്ടെ CPMൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം മുൻ MPയുമാണ്, മാത്രമല്ല പോളിറ്റ് ബ്യൂറോ അംഗമാണ് എന്ന നിലകളിലൊക്കെ വിജയരാഘവനെ പരിഗണിച്ചത് എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടി. മറ്റ് പാർട്ടികളിലൊക്കെ മക്കളോ ബന്ധുക്കളോ മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ മത്സരിക്കുമ്പോൾ കുടുംബാധിപത്യത്തിൻ്റെ പേര് പറഞ്ഞ് CPM പലപ്പോഴും പ്രചരണം നടത്തുന്നുണ്ട്. അത് അവരുടെ പതിവ് കാഴ്ചയാണ്. ഇനി സോഷ്യൽ മീഡിയ വഴി പരിഹാസ ശരമുയർത്തുകയാണ് പലപ്പോഴും CPM അത്തരത്തിൽ ചെല്ലുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകനുമായി ബന്ധപ്പെട്ടിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസും, ഒപ്പം തന്നെ TM ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബും, ഇവരൊക്കെ മത്സര രംഗത്തിറങ്ങിയപ്പോൾ എന്തായിരുന്നു സ്ഥിതിവിശേഷം? അന്ന് CPM എന്താണ് പറഞ്ഞത്? കുടുംബാധിപത്യം എന്നായിരുന്നു CPMൻ്റെ പ്രധാനമായിട്ടുള്ള പ്രചരണം. തകർന്ന് തരിപ്പണമായി പോയി, അത് വേറെ കാര്യം. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും മന്ത്രി K രാധാകൃഷ്ണനെ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തോറ്റാലും മന്ത്രി പദവി പോകില്ലല്ലോ എന്നതാണ് അദ്ദേഹത്തിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഓഫർ. പക്ഷെ അത് നടക്കുമോ എന്നറിയില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം AKസിൻ്റെ തന്നെ സംസ്ഥാന കമ്മിറ്റിയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമമായിട്ടുള്ള രൂപം നൽകിയിരിക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ട് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ പല തീരുമാനങ്ങളുണ്ടായിരുന്നു. ഈ മാസം വരുന്ന 27-ന് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്ത ശേഷം അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട്. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടക്കും. 2019 തെരഞ്ഞെടുപ്പിൽ അന്ന് ആലപ്പുഴയിൽ AM ആരിഫ് ഒഴികെ ഈ ഇടതുപക്ഷത്തു നിന്നും മറ്റാരും വിജയിച്ചിരുന്നില്ല എന്നുള്ളത് ചരിത്രമാണ്. ഒരു മന്ത്രിയും ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 3 ജില്ലാ സെക്രട്ടറിമാരും. അത്തരത്തിലൊരു അടങ്ങുന്ന ഒരു വലിയ സംഭവമാണ്. ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് വരാൻ പോകുന്നത്. പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവായിട്ടുള്ള KS ഹംസ പൊതു സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. വനിതാ സംവരണം പാലിക്കുന്നതിനാൽ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് കൊണ്ടുവരപ്പെടുന്ന വ്യക്തി എന്ന് പറയപ്പെടുന്നത് KSTയുടെ നേതാവാണ്. KSTയുടെ നേതാവായിട്ടുള്ള പറവൂർ നഗരസഭാ കൗൺസിലറുമായിട്ടുള്ള KJ ഷൈൻ. KJ ഷൈൻ സ്ഥാനാർത്ഥിയാവുകയാണ് എറണാകുളത്ത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു 15 എണ്ണത്തിലാണ് CPM മത്സരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 15 എണ്ണത്തിൽ CPM മത്സരിക്കുന്നു. പൊന്നാനി മണ്ഡലത്തിലേക്ക് പല പേരുകളും ചർച്ച ചെയ്ത ശേഷമാണ് അവസാന നിമിഷമാണ് ഈ ലീഗിൻ്റെ വിമതനായി മാറി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട KS ഹംസയുടെ പേര് മുന്നോട്ട് വെക്കുന്നതും KS ഹംസയെ സ്വതന്ത്രനായി നിർത്താൻ വേണ്ടി സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കുന്നത്. മന്ത്രി V അബ്ദുറഹ്മാനെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യത്തെ ഒരു ആലോചന എന്ന് പറയപ്പെടുന്നത്. പക്ഷേ വടകരയിൽ അത് നടന്നില്ല. പകരം വടകരയിൽ KK ശൈലജയും, കണ്ണൂരിൽ MB ജയരാജനും, ആറ്റിങ്ങലിൽ V ജോയിയും, പത്തനംതിട്ടയിൽ വന്നിട്ട് തോമസ് ഐസക്കുമൊക്കെയാണ് സ്ഥാനാർത്ഥികളായി എത്തുന്നത്. കൊല്ലത്തൊരു പ്രത്യേകതയുണ്ട്. കൊല്ലത്ത് നടൻ മുകേഷ് MLA കൂടിയാണ്, അദ്ദേഹം മത്സരിക്കുന്നു. ആലപ്പുഴയിൽ AM ആരിഫ് തന്നെ മത്സരിക്കും. ഇടുക്കിയിൽ ജോയ്സ് ജോർജും, ചാലക്കുടിയിൽ പഴയ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥും മത്സരിക്കും. മലപ്പുറത്ത് DYFIയുടെ തന്നെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള V വസീഫ് മത്സരിക്കുകയാണ്. കോഴിക്കോട്ട് എളമരം കരീം. കൂടാതെ കാസർഗോഡ് MV ബാലകൃഷ്ണൻ തന്നെയാണ് ഇപ്പോഴും സ്ഥാനാർത്ഥി, അദ്ദേഹം മത്സരിക്കുകയാണ് പ്രാവശ്യം. ഇതാണ് സ്ഥാനാർത്ഥി പട്ടിക CPMൻ്റെ. ഈ സ്ഥാനാർത്ഥി പട്ടികയിലൊന്നും നമുക്ക് വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല, അതൊക്കെ അവരുടെ തീരുമാനമാണ്. പക്ഷേ കുടുംബാധിപത്യം എന്ന് പറഞ്ഞ് ഘോരഘോരം വിളിക്കുകയും അതിനുശേഷം കുടുംബത്തിലുള്ളവർ മുഴുവൻ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു നവലിബറൽ സംവിധാനം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു നമ്മുടെ പാർട്ടി. CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാറിയിരിക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഏകാധിപതിയുടെ കരങ്ങളിലൂടെ കടന്നു പോകുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു പ്രസ്ഥാനമായി തീർന്നിരിക്കുന്നു എന്ന് പറയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പാർട്ടിയായിരുന്നു നയങ്ങൾ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ വ്യക്തികൾ നയങ്ങൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പാർട്ടി സഞ്ചരിക്കേണ്ടി വരുന്നു. അങ്ങനെ പാർട്ടിയെ സ്വന്തം കരങ്ങളിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ പറയുന്നത് മാത്രം കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ഏറാൻ മൂലിയായി വർത്തിക്കുകയും ചെയ്യപ്പെടേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഒരു പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാറിയതോടുകൂടി തന്നെ ആ പാർട്ടി എന്ന് പറയപ്പെടുന്നത് ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകലം പാലിച്ചിരിക്കുന്നു. അതുകൊണ്ട് കുടുംബാധിപത്യം ഉണ്ടായാൽ പോലും നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് അതിശയിക്കേണ്ട ആവശ്യമില്ല. വിജയരാഘവൻ മത്സരിക്കട്ടെ, പാലക്കാട് നിന്ന് വിജയിക്കട്ടെ. വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും കുടുംബാധിപത്യമെന്ന് പറഞ്ഞ് ഇനി ഒരു പാർട്ടിക്ക് മുകളിലും നിങ്ങളുടെ ഈ നാവ് ഉയരാൻ പാടില്ല. കാരണം നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ പേക്കൂത്തുകളൊക്കെ ജനം കാണുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രം എന്തും ചെയ്യാം, മറ്റുള്ളവർ ചെയ്യുമ്പോൾ മാത്രം അതിനെ നിങ്ങൾ കുടുംബാധിപത്യമെന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ ശ്രമിക്കരുത്. ശ്രീ പിണറായിയും ഈ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും. ഒരിക്കൽ കൂടി നിങ്ങൾ തീരുമാനിക്കുക, ഈ കുടുംബാധിപത്യത്തെക്കുറിച്ച് ഇനി സംസാരിക്കണമോ വേണ്ടയോ എന്ന്.